എന്തെങ്കിലും മാർഗം ഉണ്ടാവുകയും ജോയിൻ ചെയ്യാനായിട്ട്? ഇവിടെ 2 വയസ്സ് തൊട്ട് 6 വയസ്സുള്ള കുട്ടികൾക്ക് അഡ്മിഷനുള്ളൂ. എന്താ വെച്ചാലേ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് തന്നെ ടെൻഷൻ പിരിമുറുക്കും. അവിടെ നിന്നപ്പോൾ പിള്ളേരെ ഈ സന്തോഷം കളികളൊക്കെ ഞാൻ ചെറുപ്പം ഭാഗത്തേക്ക് കുട്ടിക്കാലത്തേക്ക് ഞാൻ കടന്നുപോലെ ഫീലിലേക്ക് പെട്ടെന്ന് നോക്കും. അത് സുരക്ഷിതത്വം സമാധാനം കണ്ടപ്പോൾ വല്ലാതെ ആഗ്രഹിച്ചു പോയി ടീച്ചറെ. പ്രശ്നങ്ങളാണ് ടീച്ചറെ. എന്താണ് ടീച്ചറെ ഈ മോണ്ടിസറി സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് സാധാരണക്കാർക്ക് ഇതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മോണ്ടിസറി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കരിക്കുലാണ്, ഒരു പാഠ്യപദ്ധതി. അതായത് നമ്മൾ ഇറ്റാലിയൻ സിലബസ് ആണ് ബ്രിട്ടീഷ് കരിക്കുലം എന്ന് പറയും. അതായത് ഈ സമയം 2 വയസ്സായിട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മളോട് അഡ്മിഷൻ എടുക്കുന്നത്. അതിലുപരിയായി ഈ ഒരു സമയത്താണ് കുട്ടികളുടെ മൈൻഡ് എന്തെടുത്താലും അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രായമാണ്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് ക്യാച്ച് ചെയ്യുന്ന ഒരു സമയം അബ്സോർബൻ മൈൻഡ് എന്ന് പറയും. സ്പോഞ്ച് പല കുട്ടികൾ എന്തും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഈ പഠിക്കേണ്ട കാലഘട്ടത്തിൽ തന്നെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ സമയത്ത് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്താൽ പിന്നീട് അവരുടെ ഫ്യൂച്ചറിന് ഒരുപാട് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ടീച്ചറെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്? നമ്മളിപ്പോൾ കണ്ടല്ലോ സെൻസോറിയലായിട്ടും അരിതമെറ്റിക്കായിട്ടും കുറേ മെറ്റീരിയലുകൾ കണ്ടല്ലോ. അപ്പോൾ ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് ടച്ച് ആൻഡ് ഫീൽ മെത്തേഡ് എന്ന് പറയും. അവർ കണ്ടും തൊട്ടും കേട്ടും അറിഞ്ഞ് പഠിക്കുക. സെൻസോറിയലായിട്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്കെല്ലാം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അവർ ഒരിക്കലും അങ്ങനെ മറക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു ഈസി വേയിലൂടെ തന്നെ കുട്ടികളെ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മൈൻഡിലേക്ക് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾ അത്യാവശ്യം ഒരുവിധം അവർക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴും അത്യാവശ്യം കാര്യങ്ങൾ അവർ ക്യാച്ച് ചെയ്തിട്ടായിരിക്കും അവിടുന്ന് ട്രെയിൻ ചെയ്ത് കുട്ടികൾ പോകുന്നത്. ഇനാക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ടീച്ചർ? ചില കുട്ടികൾ ഓവർ യൂസിങ് മൊബൈൽ ഫോൺ, സ്ക്രീൻ അഡിക്ഷൻ മൂലം അവർക്ക് സ്പീച്ച് ഡിലേ വരിക. അത് സ്പീച്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീച്ച് തെറാപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ് റൈറ്റിങ്, അതുപോലെ അവർക്ക് സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പെൻസിൽ ഗ്രിപ്പിംഗ് പോലും ഉണ്ടാവില്ല. കുട്ടികളെ ഇങ്ങനെ പെൻസിൽ പിടിക്കാൻ പോലും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒക്യുപേഷൻ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബിഹേവിയർ തെറാപ്പി, ഇതേപോലെ ഒരാളുടെ വിഷയമാണോ ഓപ്പോസിറ്റ് ആയ ഒരു വ്യക്തി വരുമ്പോൾ അവരോട് സംസാരിക്കാനോ എങ്ങനെ ബിഹേവ് ചെയ്യാനോ കുട്ടിക്ക് അറിയില്ല. അപ്പം അങ്ങനെ കുറച്ച് മാനേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ബിഹേവിയർ തെറാപ്പി അങ്ങനെ സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മോളെ കൊണ്ടാക്കിയപ്പോൾ അവൾ ഭയങ്കര കരച്ചിലും വാശിയായിരുന്നു. ടീച്ചർ കോപ്പറേറ്റ് ചെയ്തു. പക്ഷെ ടീച്ചർ തന്നെ പറഞ്ഞു നോക്കട്ടെ പറ്റില്ല എന്നാ വെച്ചാൽ ഔട്ട്റൈറ്റ് നോ പറഞ്ഞില്ലെങ്കിലും ആള് നോക്കാന്നാ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങള് നെക്സ്റ്റ് ഡേ ആള് ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ചേർത്തിയപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായി. സംസാരിക്കാത്ത കുട്ടിയൊന്ന് ഇത്തിരി ആ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് തുടങ്ങി. ഒക്കെ ടീച്ചർ കാരണം മാത്രമാണ് എല്ലാവരുമായിട്ട് മിങ്കിളായി. നല്ല വ്യത്യാസവും ഉണ്ടായിരുന്നു സ്വഭാവത്തില്. ഇപ്പോഴും ആള് എപ്പോഴും എന്തും ബാഗ് കൊണ്ടുവരും. അത് സ്കൂളിലേക്ക് വരാൻ ഭയങ്കര താല്പര്യം. താങ്ക് യു സോ മച്ച്. ഇത് സെൻസോറിയൽ ഏരിയയാണ് വരുന്നത്. ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടേക്ക് ഇരിക്കുന്നത്. സർട്ടിഫൈഡ് ടീച്ചേഴ്സാണ് ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത്. മാത്രമല്ല കരാട്ട, ഫുട്ബോൾ, സൂംബ എന്നിവ പോലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. കുട്ടികൾക്കുള്ള വിവിധ തരത്തിലുള്ള ടാലൻറ്റ് എക്സാം ഇവിടെ നടത്തി വരുന്നുണ്ട്. എക്സാം സ്പെഷ്യൽ അവാർഡും ലിറ്റിൽ ജീനിയസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ഏരിയ വന്നിട്ട് അരിത്തമെറ്റിക് സോണാണ്. അടുത്ത സെക്ഷൻ വരുന്നത് ലാംഗ്വേജ് സോണാണ്. ലാംഗ്വേജ് സോണിൽ ലൈബ്രറിയും റീഡിംഗ് സെക്ഷനും ഉൾക്കൊള്ളുന്നു. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ബോൾ പിറ്റ് ഏരിയ ഇൻഡോർ സെക്ഷനിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സേഫ്റ്റിയാണ്. തറയിലും ചുമരിലും കട്ടിയുള്ള ഫോം ഉപയോഗിച്ച് കവറിങ് ചെയ്യുന്നതിനാൽ കുട്ടികൾ വീണ് പരിക്ക് പറ്റാതിരിക്കുന്നു. നീറ്റ് ആൻഡ് ക്ലീനായ ഹൈജീനിക് ഫുഡിംഗ് ഏരിയ. ഇതുവരെ നമ്മൾ കണ്ടത് ഇൻഡോർ സെക്ഷനിലെ വിശേഷങ്ങളാണ്. ഔട്ട്ഡോർ സെക്ഷനിൽ കുട്ടികൾക്ക് ഓടി നടന്ന് കളിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു.
സുരക്ഷിതമായി സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും കുട്ടികളെ എത്തിക്കാനുള്ള സ്കൂൾ വാൻ സൗകര്യം ലിറ്റിൽ ജീനിയസിൽ ഉണ്ട്. നമ്മുടെ സ്കൂളിന്റെ ലൊക്കേഷൻ വരുന്നത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിനടുത്ത് ചെറാക്കുളങ്ങര ടെമ്പിൾ റോഡ് നിയർ HDFC ബാങ്ക്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.